FC ഗോവ വീണ്ടും ജയിച്ചു. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി വീണ്ടും തോറ്റു. ശരിക്കും നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് ആണെന്ന് പറയാം. ഇതുവരെയുള്ള മത്സരങ്ങളിൽ ഇങ്ങനെ ഒരു ഓപ്പോസിഷനെ തോൽപ്പിക്കാനുള്ള ഒരു അത് ഡൽഹിയുടെ കയ്യിലുണ്ടെന്ന് അവർ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മത്സരത്തിൽ തോമസ് ജോർജും പിള്ളേരും നല്ലൊരു കോൺഫിഡൻസോട് കൂടി തന്നെ തുടങ്ങി. പക്ഷെ കളി മുന്നോട്ട് പോകുന്തോറും ഗോവയുടെ കോൺഫിഡൻസ് വർദ്ധിച്ച് അവർ ക്ലിനിക്കലായിട്ട് ആ ഒരു 1-0 എന്ന ജയം നേടിയെടുത്തു. എങ്ങനെ നോക്കിയാലും ഗോവയ്ക്ക് ഇതിലും കൂടുതൽ ഗോളുകൾ വരേണ്ടതായിരുന്നു. ഒരു ഗോൾഡൻ ചാൻസ്, ഒരു പെനൽറ്റിയും അവർ മിസ് ചെയ്തു. എന്തായാലും ഈ ഒരു ജയത്തോടു കൂടി ഗോവ താൽക്കാലികമായിട്ട് ടേബിളിന്റെ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 ജയങ്ങള്, 1 ഡ്രോ. ഒബ്വിയസ്ലി നാളെ ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂരിനെ തോപ്പിക്കുകയോ ജംഷഡ്പൂർ ഈസ്റ്റ് ബംഗാളിനെ തോപ്പിക്കുകയോ ചെയ്താൽ അവർ മുകളിലോട്ടെത്തും. എന്നാലും താൽക്കാലികമായിട്ട് ഈ സീസണിൽ ആദ്യം FC ഗോവ ISL ടേബിളിന്റെ തലപ്പത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പതിവ് പോലെ ഒട്ടും വൈകാതെ ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ സീസണിന്റെ തുടക്കത്തിൽ ഒരുപാട് പേരുടെ റെലഗേഷൻ ഫേവറേറ്റ്സ് ആയിരുന്നു ഡൽഹി. ഞാൻ എന്നിട്ടും പക്ഷേ ഡൽഹിനെ ആ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഈവൻ നമ്മൾ മുഹമ്മദിനെയും ഒഡീഷേനെ ഒക്കെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോഴും 1-2 കമന്റുകളൊക്കെ വന്നിരുന്നു, SC ഡൽഹി എന്തായാലും റെലഗേറ്റ് ആവുമെന്ന്. പക്ഷെ അതൊന്നും ഞാൻ മാനിച്ചിരുന്നില്ല. ഇന്നും ഈ നിമിഷവും എനിക്ക് എന്തോ എൻ്റെ മനസ്സ് പറയുന്നു അവർ ഈ സീസൺ സർവൈവ് ചെയ്യുമെന്ന്. എനിക്കറിയാം 3 മത്സരങ്ങൾ തോറ്റ് ആ 3 മത്സരങ്ങളിൽ 7 ഗോളുകൾ കൺസീഡ് ചെയ്തൊരു ടീമിനെ കുറിച്ച് എങ്ങനെയാണ് ഇങ്ങനെ വന്നിരുന്ന് പറയാൻ പറ്റുന്നതെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ആ ടീമിനെ നോക്കുമ്പോൾ അവർ സർവൈവ് ചെയ്യാനുള്ള ഒരു ചെറിയ ചാൻസ് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. ബേസിക്കലി ഫിക്സ്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വേർസ്റ്റ് പോസിബിൾ സ്റ്റാർട്ട് തന്നെയായിരുന്നു. ആദ്യം അവർ ബംഗളൂരു FCനെ നേരിട്ടു, പിന്നെ അവർ ഈസ്റ്റ് ബംഗാളിനെ നേരിട്ടു, പിന്നെ അവർ ഗോവനെ നേരിട്ടു, ഇനി അവർ നേരിടാൻ പോകുന്നത് മുംബൈ സിറ്റിനെയാണ്. അതെല്ലാ മത്സരങ്ങളും എവേ മാച്ചുകൾ. അപ്പൊ അത്രയും ട്രാവലിംഗ് ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. 4 ബെസ്റ്റ് ടീമുകൾക്കെതിരെയാണ് അവരുടെ ആദ്യത്തെ ISL ക്യാമ്പയിൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫിക്കൽട്ടായ ഫിക്ചറുകൾ ആദ്യം തന്നെ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു റിലേറ്റീവ്ലി ഓക്കെ ആയിട്ടുള്ള ഒരു റൺ അവർക്ക് ഇനി അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായാൽ അവർക്ക് ചിലപ്പോൾ സർവൈവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇപ്പോഴും ഉണ്ട്. മുംബൈ സിറ്റിക്കെതിരെയുള്ള അടുത്ത മത്സരത്തിന് ശേഷമാണ് എൻ്റെ അഭിപ്രായത്തിൽ ആക്ച്വലി അവരുടെ സീസൺ തുടങ്ങാൻ പോകുന്നത്. ബിക്കോസ് അത് കഴിഞ്ഞുള്ള മത്സരങ്ങളിൽ അവർ നേരിടാൻ പോകുന്നത് കുറച്ചൊക്കെ അവരുടെ ഇൻ ആൻഡ് അറൗണ്ട് ഉള്ള ടീംസാണ്. ഒഡീഷനെ അവർ നേരിടുന്നുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നുണ്ട്, മുഹമ്മദിനെ നേരിടുന്നുണ്ട്. ആ മത്സരങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു റിസൾട്ട് കണ്ടെത്താനായാൽ ഓബ്വിയസ്ലി ആ ടീമുകളുമായിട്ട് അവർക്കൊരു ഡിസ്റ്റൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരേ ഒരു ടീമേ റെലഗേറ്റ് ആവുള്ളൂ, നമ്മളത് എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മുഹമ്മദിനായിട്ടോ ഒഡീഷയായിട്ടോ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ടോ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ടീമായിട്ട് ഒരു റിസൾട്ട് കണ്ടെത്താനായാൽ തീർച്ചയായിട്ടും ഡൽഹി ആ ടീമിനേക്കാളും മുകളിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കും. പിന്നെ അവരുടെ റിക്രൂട്ട്മെന്റ് ആയിക്കോട്ടെ, കയ്യിലുള്ള ടാലന്റുകൾ ആയിക്കോട്ടെ അത്യാവശ്യം ഡീസന്റ് തന്നെയാണ്. അതിൽ വലിയ കുറ്റങ്ങളൊന്നും അങ്ങനെ പറയാനില്ല. ഈ മത്സരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അസറൊക്കെ നല്ലോണം ഗെയിം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അലക്സ് സജി തിരിച്ച് ടീമിലേക്ക് വന്നിട്ടുണ്ട്. റിബേറോയും ഇൻ പാച്ചസ് നല്ലോണം കളിച്ചെന്ന് തന്നെ പറയാം. പിന്നെ ഓഗസ്റ്റിൻ ലാൽറോച്ചാന കഴിഞ്ഞ കളി ഗോൾ അടിച്ച പ്ലെയറാണ്. ഇവരെല്ലാവരും കളിയുടെ ചില നിമിഷങ്ങളിൽ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 90 മിനിറ്റ് ഉടനീളെ അങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ചാലഞ്ച്. അത് ഇവൻച്വലി ഈ ടീം കുറെ മത്സരങ്ങൾ കളിക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തോമസ് ജോർജിനെ പോലത്തെ ഒരു കോച്ചിന്റെ കീഴിൽ ഇത്രയും യങ് ടാലന്റുകൾ ഉള്ളപ്പോൾ തന്നെ പുള്ളി ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഡൽഹി ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവൻച്വലി 1-2 റിസൾട്ടുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇൻഡിവിജ്വൽ ക്വാളിറ്റി ആ ടീമിൽ എവിടേക്കോ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ആര് പുറത്തു കൊണ്ടുവരും എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഡൽഹി സർവൈവ് ചെയ്യുമെന്ന് ഇവിടെ വന്നിരുന്ന് പറയുന്നത് ഒരു റിസ്ക് ആണെന്ന് എനിക്കറിയാം. കാരണം കുറച്ച് ആഴ്ചകൾക്ക് ശേഷം കുറച്ചും കൂടെ ഫേവറബിൾ ആയിട്ടുള്ള ഫിക്സ്ചേഴ്സ് അവർക്ക് ജയിക്കാനോ അല്ലെങ്കിൽ അതിലൊരു പോയിന്റ് കണ്ടെത്താനോ ആയില്ലെങ്കിൽ ഈ പ്രവചനങ്ങളൊന്നും ഫലിക്കില്ല. പക്ഷെ ആ ലൈനപ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലും മാജിക് കൊണ്ടുവരാൻ സാധ്യതയുള്ള 1-2 കളിക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഒരു ഐമനോ, ഒരു അസറോ, ഒരു ലാൽറോച്ചാനയോ, ഒരു ചുങ്കാമാറോ, ഇവരാരും തന്നെ അങ്ങനെ മൊത്തത്തിൽ ഈ സീസണിൽ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ആദ്യ മത്സരത്തിൽ BFCക്കെതിരെയും ഐമനും അസറൊക്കെ ഒരു പാച്ചസിൽ നല്ലോണം കളിച്ചു. പക്ഷേ ചുറ്റുമുള്ള പ്ലെയേഴ്സിന്റെ ആ ഒരു ക്വാളിറ്റി അത്രത്തോളം ഉയർന്നില്ല. പിന്നീടുള്ള മത്സരത്തിൽ ലാൽറോച്ചാന നല്ലോണം കളിച്ചു, ഗോൾ നേടി.
പക്ഷെ വീണ്ടും ആ ഒരു തുടക്കത്തിലെ സ്റ്റാർട്ട് അവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല. ഈ മത്സരത്തിലും പല പല നിമിഷങ്ങളിൽ ഈ പ്ലേയേഴ്സ് എന്തെങ്കിലുമൊക്കെ ഒരു സ്പാർക്ക് കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആളി കത്തിയില്ല. അത് എന്ന് ആളി കത്തുന്നോ അന്ന് അവർക്കൊരു ചാൻസ് ഉണ്ട്. ആൻഡ് ആ ദിവസം അതെന്നാണെന്നാണ്, അത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വരുമോ എന്നാണ് എൻ്റെ ഇപ്പൊ ഏറ്റവും വലിയ പേടി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൂപ്പർ കപ്പിൽ അടിച്ച് നിലംപരിശാക്കിയ ഒരു ടീമാണ് ഈ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി. പക്ഷെ നമ്മളും അവരും ഇപ്പൊ ആ ടീമുകളെയല്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കോണ്ടസ്റ്റ് കുറച്ചും കൂടെ ഒരു ഈവൻ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മൊമെന്റം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് ഏത് ടീം നല്ലോണം പെർഫോമൻസുകൾ പ്രൊഡ്യൂസ് ചെയ്ത് 1-2 പോയിന്റ് ഒക്കെ നേടുന്നോ ആ ടീമിന് ചിലപ്പോൾ ഒരു മുൻതൂക്കം ഉണ്ടാവും. കുറച്ച് റിസ്കി ആണെന്ന് അറിയാം. ഞാൻ ഇവിടം കൊണ്ടല്ല, ശരിക്കും ഇവിടം കൊണ്ടാണ് ഇത് പറയുന്നത്. എന്റെ മനസ്സ് പറയുന്നത് ഡൽഹി എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി ആ ഒരു സർവൈവൽ നേടിയെടുക്കുമെന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? FC ഗോവയുടെ സെൻട്രൽ ഫോർവേഡുകൾ ഗോൾ അടിക്കുന്നില്ല, പക്ഷേ ഡേജാൻ ഡ്രാസിച്ച് എല്ലാ കളിയും ഗോൾ അടിക്കുന്നുണ്ട്. ഈ ഒരു മത്സരത്തിൽ ഓപ്പൺ പ്ലേയിൽ നിന്നാണ് ആ ഗോൾ വന്നത്. നമുക്കറിയാം കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇന്റർകാശിക്കെതിരെയും മുഹമ്മദിനെതിരെയും പെനാൽറ്റി ആണ് ഡ്രാസിച്ച് കൺവേർട്ട് ചെയ്തത്. എന്നാൽ ഈ മത്സരത്തിൽ ആകാശ് സംഗ്വാന്റെ ഒരു ക്രോസിൽ നിന്നും ഡ്രാസിച്ച് അവിടെ ഒരു ഗോൾ നേടി. ശരിക്കും സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയുടെ ലെഫ്റ്റ് ബാക്കിന്റെ ഒരു അശ്രദ്ധ മൂലമാണ് ഡ്രാസിച്ച് അവിടെ അങ്ങനെ ഒരു റണ്ണ് മേക്ക് ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു റണ്ണ് മേക്ക് ചെയ്ത് ആ ക്രോസിനെ മീറ്റ് ചെയ്യാൻ കാണിച്ചൊരു ഡിസയർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു മനസ്സുണ്ടല്ലോ, അതിനെ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യണം. പക്ഷെ ഗോൾ അടിച്ച ഡ്രാസിച്ച് സെക്കൻഡ് ഹാഫിൽ തന്നെ വീണ്ടും ഞെട്ടിച്ചു. ആയുഷ് അധികാരി ആ പെനാൽറ്റി കൺസീഡ് ചെയ്തതിനു ശേഷം ഡ്രാസിച്ച് ആ കിക്ക് എടുക്കാൻ വന്നപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചു പുള്ളി ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളിലും വളരെ സിമ്പിൾ ആയിട്ട് 2 പെനാൽറ്റി കൺവേർട്ട് ചെയ്ത പ്ലെയർ ആണ്. എന്തുകൊണ്ടോ ആ കിക്ക് പുള്ളി അടിച്ച് മോളിൽ കൂടെ കളഞ്ഞു. അതൊരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കാരണം യൂഷ്വലി ഒരു 2 മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് കൺവേർട്ട് ചെയ്ത ഒരാളുടെ ഒരു കോൺഫിഡൻസിൽ അല്ലെന്ന് തോന്നുന്നു ഡ്രാസിച്ച് അത് എടുത്തത്. ഒരുപക്ഷെ ഒരിത്തിരി ഓവർ കോൺഫിഡൻസ് ആയിരുന്നോ എന്ന് വരെ എനിക്ക് തോന്നി. കുറച്ച് കാഷ്വൽ ആയിട്ട് വന്നാണ് അത് ആ ടോപ്പ് കോർണറിലേക്ക് അടിക്കാൻ നോക്കിയത്. എന്തായാലും സംഭവം മോളിൽ കൂടെ പോയി. 3 പോയിന്റ് ലഭിക്കുന്നിടത്തോളം കാലം ആ 1-0 സ്കോർ ലൈനിനെ കുറിച്ച് ഗോവ ഒരുപാട് ബോധേഡ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ആ പോയിന്റുകൾ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ഏകദേശം 7 മത്സരങ്ങൾ എന്തോ അവരിങ്ങനെ ഒരു 1 ഗോൾ അഡ്വാൻറ്റേജിൽ ജയിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കിത് പുതിയ കാര്യമൊന്നുമല്ല. മനോളോയ്ക്ക് അറിയാം പോയിന്റ്സ് ആണ് ഈ ഒരു ലീഗിൽ ഏറ്റവും മുഖ്യം. ലൈക്ക് ഈ 13 മത്സരങ്ങളേ ഉള്ളൂ. അപ്പൊ നമ്മൾ മാക്സിമം പോയിന്റ്സ് എടുക്കുക, എങ്ങനെ കിട്ടുന്ന പോയിന്റ് ആയാലും അത് എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഗോവയെ സംബന്ധിച്ചിടത്തോളം ഈ ISL സീസൺ തുടങ്ങിയതിന് ശേഷം ആദ്യം 3 മത്സരങ്ങളും അത്ര റിലേറ്റീവ്ലി വളരെ വലിയ ചാലഞ്ചിങ് ഫിക്ചറുകളൊന്നും ആയിരുന്നില്ല. ഓബിയസ്ലി ഇന്റർകാശിക്കെതിരെ അവരൊന്ന് വിയർപ്പ് മുട്ടി. അത് അവരുടെയും കൂടെ പ്രശ്നമാണ്. അവരവരുടെ ആ ഒരു ഫുൾ ഇതിൽ കളിച്ചില്ല ആദ്യം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ആ മത്സരത്തിൽ വേർക്കേണ്ടി വന്നത്. അതിനുശേഷം മുഹമ്മദിനും സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി ആയിരുന്നു അവരുടെ എതിരാളികൾ. ഇനി അങ്ങോട്ട് അവർക്ക് വലിയ വലിയ ചാലഞ്ചുകൾ വരാനുണ്ട്. ഈസ്റ്റ് ബംഗാൾ വരാനുണ്ട്, മോഹൻ ബഗാൻ വരാനുണ്ട്, മുംബൈ സിറ്റി വരാനുണ്ട്, ജംഷഡ്പൂർ വരാനുണ്ട്. ഈ ടീമുകൾക്കൊക്കെ എതിരെ ബാക്കിയുള്ള ഏരിയകളിൽ നിന്നും ഗോളുകൾ വന്നില്ലെങ്കിൽ അതൊരു കൺസേൺ ആയിരിക്കും. കാരണം ഡേജാൻ ഡ്രാസിച്ചിന്റെ പെനാൽറ്റികളിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിലോ മാത്രം റിലേ ചെയ്തുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി ഓപ്പോസിഷനെ ഗോവയ്ക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് മനോളോ മാർക്കസിനും പൂർണ്ണ ബോധം ഉണ്ടാവും. ഓബിയസ്ലി സൂപ്പർ ലീഗ് കേരളയിലേറ്റ പരിക്കിന് ശേഷം ഇഷാൻ പണ്ഡിത വീണ്ടും ഒരു ഫസ്റ്റ് ടീമിൽ കളിക്കുന്നു എന്നുള്ളതൊരു പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ആ പെർഫോമൻസിന് ശേഷം നമുക്ക് മനസ്സിലായി കുറേം കൂടെ മിനിറ്റ്സ് കളിച്ച് ആ ഒരു ഫസ്റ്റ് ടീം ഫുട്ബോളിന്റെ ഇന്റൻസിറ്റിനോട് യൂസ്ഡ് ആയാൽ മാത്രമേ ഇഷാൻ പണ്ഡിതയ്ക്ക് FC ഗോവ ആ പ്ലെയറിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആ ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യാനാവുകയുള്ളൂ. അപ്പൊ ഗോവയുടെ ഈ ഗോൾ സ്കോറിംഗ് പ്രോബ്ലം അവരെ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. ബിക്കോസ് എല്ലാ ദിവസവും ഇതുപോലെ പെനൽറ്റികളോ അല്ലെങ്കിൽ ഡേജാൻ ഡ്രാസിച്ചിന്റെ ബ്രില്യൻസോ അവരെ രക്ഷിക്കുകയില്ല. സന്ദേശ് സിംഗനും പോൾ മൊറേനോയും FC ഗോവയുടെ ഡിഫൻസിൽ ഒരു റിലയബിൾ പാർട്ട്ണർഷിപ്പാണ്. ഈ മത്സരത്തിലും ഗോവ ഒരു ക്ലീൻ ഷീറ്റ് നേടി. ഈ മത്സരത്തിൽ ആക്ച്വലി കഴിഞ്ഞ മാച്ചിലെ പോലെ തന്നെ പോൾ മൊറേനോ ഒരു ഗോൾ കണ്ടെത്തേണ്ടതായിരുന്നു. ഒരു കോർണറിൽ നിന്നും പോൾ മൊറേനോന്റെ ഒരു ഫ്രീ ഹെഡർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ അത് വലയിൽ എത്തിയില്ല എന്നുള്ളതാണ്. മുഹമ്മദ് നസിക്കെതിരെ സംഭവിച്ച ആ ഒരു പാറ്റേൺ നിയർലി സക്സസ്ഫുൾ ആയിട്ട് റിപ്പീറ്റ് ആയെങ്കിൽ ഇപ്പുറത്തെ ബോക്സിൽ, അതായത് FC ഗോവയുടെ ബോക്സിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നു. SC ഡൽഹിയുടെ ഒരു കോർണറിൽ നിന്നും ഈ മൊറേനോ മാർക്ക് ചെയ്യേണ്ടിയിരുന്ന റിബേറോ ഒരു ഫ്രീ ഹെഡർ ടാർഗറ്റിൽ അടിക്കാനാവാതെ മിസ് ചെയ്തു. അതായിരുന്നു ഒരു ഗോൾഡൻ ചാൻസ്. ശരിക്കും കളി 1-0 നിൽക്കുമ്പോൾ
അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആൻഡ് അത് വളരെ ക്ലോസ് ആയിരുന്നു. ബിക്കോസ് റിബേറോ ഒരു ഡൗൺവേർഡ് ഹെഡർ ആണ് അറ്റംപ്റ്റ് ചെയ്തത്. അത് ടാർഗറ്റിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹൃതിക് തിവാരിക്ക് ആ ടൈമിൽ അത് ഗെറ്റ് ഡൗൺ ചെയ്ത് സേവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് മൊറേനോയും ഗോവയും രക്ഷപ്പെട്ടു. നമുക്കറിയാം ഗോവയുടെ 2 സെന്റർ ബാക്സും സെറ്റ് പീസുകൾ അറ്റാക്ക് ചെയ്യുമ്പോഴായിക്കോട്ടെ ഡിഫെൻഡ് ചെയ്യുമ്പോഴായിക്കോട്ടെ വലിയൊരു പ്രസൻസ് തന്നെയാണ് ആ ബോക്സിൽ. അതുകൊണ്ട് തന്നെ മൊറേനോയിൽ നിന്ന് ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ലാപ്സ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ ഒരു ഹെഡർ ടാർഗറ്റിലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ വളരെ വേറെ കാര്യങ്ങളായിരുന്നേനെ. കാരണം കളിയുടെ ഔട്ട്കം അവിടെ മാറിയേനെ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇനി അടുത്ത മത്സരത്തിലാണ് ഈ സെന്റർ ബാക്ക് പെയറിന് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ആവാൻ പോകുന്നതെന്ന്. കാരണം എന്താണ്? അവർ നേരിടാൻ പോകുന്നത് ഈസ്റ്റ് ബംഗാളിനെയാണ്. ഈസ്റ്റ് ബംഗാളിന്റെ നമ്പർ 9 യൂസഫ് എസജാരി. ഓൾറെഡി ഞാൻ ഈ സീസണിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സെന്റർ ഫോർവേഡിന്റെ പൊസിഷനിങ് എങ്ങനെ ആയിരിക്കണമെന്ന് ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ച പോലത്തെ ഒരു പ്ലെയർ ആണ് എസജാരി. ആ 6 യാർഡ് ബോക്സിൽ എങ്ങോട്ട് നീങ്ങണം, എവിടെ പൊസിഷൻ ചെയ്യണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പുള്ളിക്ക് അറിയാം. ഈ ഒരു സെന്റർ ബാക്ക് പെയറിങ്ങിന് എസജാരിയുടെ മൂവ്മെന്റുകളെ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. നിലവിലെ പെർഫോമൻസുകൾ ബേസ് ചെയ്താണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ എസജാരിനെ ഫീഡ് ചെയ്യാനുള്ള ആ ഒരു കണക്ഷൻ ഓൾറെഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. എഡ്മണ്ട് ആയിക്കോട്ടെ, മിഗേൽ ഫിഗേറ ആയിക്കോട്ടെ, എല്ലാവരും എസജാരി ആയിട്ടൊരു നല്ല ലിങ്കപ്പ് ഓൾറെഡി സൃഷ്ടിച്ചു കഴിഞ്ഞു. ഗോവയെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരത്തിൽ ഈ നമ്പർ 9 ഈ സെന്റർ ബാക്കുകൾ ഡീൽ ചെയ്യോ എന്നുള്ളത് ആ മത്സരത്തിന്റെ റിസൾട്ടിനെ തന്നെ ബാധിക്കുന്ന ഒരു ചോദ്യമായി മാറിയേക്കാം. അപ്പൊ അതാണ് ഗൈസ് ഈ മത്സരത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങൾ. എന്തായാലും FC ഗോവനെ കുറിച്ചും SC ഡൽഹിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നാളെ 2 മത്സരങ്ങൾ നമുക്കുണ്ട്. ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ ആദ്യം, പിന്നീട് ബംഗളൂരു പഞ്ചാബ്. മോസ്റ്റ്ലി ബംഗളൂരു പഞ്ചാബിനെ കുറിച്ചായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ എന്തായാലും ഞാൻ കാണുന്നൊരു കളിയായിരിക്കും. ഓവൻ കോയിൽ ഈസ്റ്റ് ബംഗാളിനെ തുരത്താൻ എന്ത് തന്ത്രമായിട്ടാണ് വരുന്നതെന്ന് തീർച്ചയായിട്ടും എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ഇനി ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ അത്രയും ത്രില്ലിംഗ് ഒരു മത്സരമാണെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നാളെ ഒരു വീഡിയോ ഉണ്ടാവുള്ളൂ. ആ മത്സരം ഏതായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ നാളെ കാണാം. യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.